إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها النبي حسبك الله ومن اتبعك من المؤمنين اتقوا الله عباد الله أوصيكم وإياي بتقوى الله ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനുള്ള തഖ്വയുടെ മേഖലയിൽ അതിപ്രധാനമായത് വിശ്വാസമാണ്, ഈമാനാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഉപാധി കൂടിയാണ് അത്. പ്രിയമുള്ളവരെ, വിശ്വാസം ഉൾപ്പെടെയുള്ള ഏത് ആരാധനയും ആരാധനയാകുന്നത് തന്നെ അള്ളാഹുവിനെ പ്രാപിക്കുമ്പോഴാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രാപിക്കുക? പ്രാർത്ഥനയിലൂടെ, അഭയത്തേട്ടത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ അധ്യായം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചൊരു കാര്യം സൂറത്ത് ഇസ്രായിലും മറ്റുമൊക്കെ അല്ലാഹു തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അഥവാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, തേടിയാൽ ആ തേടിയവന് ഉത്തരം നൽകുകയും അവന്റെ വിഷമത്തെ നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനോ? അള്ളാഹുവോടൊപ്പം വേറെ വല്ല ഇലാഹുമുണ്ടോ? കുറച്ചു മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഇതിനെയാണ് റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് ഇസ്രായിലും പറഞ്ഞത്, ഖുൽ ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല. പറയുക നബിയെ, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വാദിച്ചു പോകുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. ഇനി റബ്ബ് പറഞ്ഞ വാക്കെന്തറിയോ? നിങ്ങളിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വാദിച്ചു പോകുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ എന്ന് നബി അവരോട് പറയാണ്. ആരാണത്? യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മലായിക വ ഈസ വ ഉസൈറൻ ഖാലഹു അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്. അഥവാ മലക്കുകളെ നിങ്ങൾ വിളിച്ചു തേടൂ,
അതുപോലെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു നോക്കൂ. അതുപോലെ നബിമാർ, അമ്പിയാക്കൾ, വിശിഷ്യ അതിൽ ഈസാ നബിയും ഉസൈറിനെ പോലെയും ഉള്ളവരെ നിങ്ങളൊന്ന് വിളിച്ചു തേടൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കാൻ, നിങ്ങളുടെ സ്ഥിതിക്ക് വല്ല മാറ്റവും വരുത്താനുള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല എന്നാ. മറ്റൊരു തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത് യഅനി അൽ ജിൻ, നിങ്ങൾ ജിന്നിനെ വിളിച്ചു നോക്കുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ. ഈ രണ്ടായത്തും നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? ഈ രണ്ടായത്തും ഖുറാർക്ക് മാത്രം ഓതിക്കൊടുക്കാനുള്ളതല്ല. ഈ രണ്ടായത്തും ഓതുകയും ഓതി കേൾക്കുകയും ചെയ്തത് പലപ്പോഴും അവിടെയാണ്. പ്രിയമുള്ളവരെ, ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അല്ലാഹുവോടാണ് പ്രയാസഘട്ടങ്ങളിൽ നാം തേടേണ്ടത്. അല്ലാഹുവോടാണ് ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും നമ്മൾ ചോദിക്കേണ്ടത്. കാരണം അല്ലാഹു അവൻ വിപത്തുകളിൽ പ്രതീക്ഷിക്കപ്പെടുന്നവനാണ്. അവങ്കലേക്കല്ലാതെ പ്രയാസപ്പെടുന്നവർ കേഴുകയില്ല, തേടുകയില്ല, ചോദിക്കുകയില്ല. അവനല്ലാതെ, അല്ലാഹു അല്ലാതെ നമ്മുടെ പ്രയാസങ്ങളെ നീക്കി തരുന്നവരില്ല. നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ അല്ലാഹുവനല്ലാതെ സാധ്യമല്ല. ഒരടിമക്ക് അഥവാ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിങ്കിലേക്കല്ലാതെ ആഗ്രഹങ്ങൾ വെച്ച് നീട്ടൽ അനുവദനീയവുമല്ല. പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്തവരോട് ഒരു പ്രയാസം അകറ്റുന്നതിൽ ബന്ധപ്പെടൽ, ഒരു പ്രയാസം അകറ്റുന്നതിൽ അല്ലാഹു അല്ലാത്തവരോട് സമീപിക്കൽ, റബ്ബിലവരെ പങ്കുചേർക്കലാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, വളരെ ഗൗരവമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിളിക്കുന്നവന്റെ വിളി കേൾക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിളിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ. അവിടെ ആലോചിച്ച് നോക്കണേ പ്രിയമുള്ളവരെ, നാം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ദുആ ചെയ്യുന്നവന്റെ വിളിക്കുന്നവൻ അല്ലെങ്കിൽ ദുആ ചെയ്യുന്നവൻ എന്നെ വിളിച്ച് ദുആ ചെയ്താൽ ഞാൻ ആ ദുആക്ക് ഉത്തരം നൽകുന്നതാണെന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറ 186 ആയത്ത്. ഇതും ഖുറാഫാത്തിന്റെ അഹ്ലുകാർക്ക് മാത്രം ഓതിക്കൊടുക്കാനുള്ളതല്ല. ചില ആയത്തുകൾ അങ്ങനെയാണ്. അത് പ്രത്യേകം കമ്പാർട്ട്മെന്റുകളാക്കി വെച്ചു. നമ്മളിൽ പലരും അത് കമ്പാർട്ട്മെന്റ് ആക്കി വെച്ചു. ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത്, ഇതെന്താ ഇയാൾ ഈ ഖുത്ബയിൽ ഖുറാഫികൾക്ക് ഓതുന്ന ആയത്ത് ഇവിടെ ഓതുന്നതെന്നാണ്. സുബ്ഹാനക യാ അലീം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ദുആ ചെയ്യുന്നവൻ എന്നെ വിളിച്ച് ദുആ ചെയ്താൽ ഞാൻ ആ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. അത് തന്നെയാണ് 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 55-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. നിങ്ങൾ താഴ്മയോടെയും രഹസ്യമാക്കിക്കൊണ്ടും നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവിൻ. ഇൻഷാ അല്ലാഹ് ദുആ സ്വീകരിക്കപ്പെടും. മുസ്ലിമേ, ദുആ സ്വീകരിക്കപ്പെടും. ദുആഇനെ ഏറ്റവും അനിവാര്യമായ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം അല്ലാഹുവിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അവൻ ഉദ്ദേശിച്ച് ചെയ്യുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും അല്ലാഹു അവന്റെ ഇഷ്ടാനുസരണം ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നവനാണ്, ഇടപെടുന്നവനാണ്. കാരണം നബിയെ താങ്കൾ പറയുക, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. നിശ്ചയമായും കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റേതാണ്. സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്, വിജയം അല്ലാഹുവിൽ നിന്നാണ്. ഖളാ ഖദർ അതവൻ നിശ്ചയിച്ചതാണ്. തഹ്ത മശിയത്തില്ലാഹി വ ഖദരിഹി. അതുകൊണ്ട് ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അത് അനുകൂലമായാലും പ്രതികൂലമായാലും അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുകയും അവനിൽ മാത്രം അവലംബിക്കുകയും ചെയ്യുക. അതാണ് വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തു അൽ അൻഫാൽ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയെ, താങ്കൾക്കും താങ്കളെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തന്നെ മതി. നബിക്ക് മാത്രമല്ല, നബിയെ പിൻപറ്റിയ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ, അത് ഇന്ത്യയിൽ ജീവിച്ചാലും അമേരിക്കയിൽ ജീവിച്ചാലും ആഫ്രിക്കയിൽ ജീവിച്ചാലും സൗദി അറേബ്യയിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ജീവിച്ചാലും
വിളിച്ചാലും അല്ലാഹു മാത്രം മതി, അല്ലാഹു മാത്രം മതി. നബിക്കും നബിയെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും ഹസ്ബുകല്ലാഹ് വഹസ്ബു മൻ ഇത്തബഅക എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് തഫ്സീർ നൽകിയത്. അല്ലാഹു മാത്രം മതി നബിക്കും നബിയെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ തട്ടി നീക്കാൻ അല്ലാഹു മതി. അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരെ സമീപിക്കരുത്. അവരെ റബ്ബ് ആക്ഷേപിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. ഈ ആയത്തും നമ്മൾ ഓതാറുള്ളത് ശിർക്കിന്റെ അഹലുകാരോടാണ്. എന്തായത്ത്? ലഹു ദഅവത്തുൽ ഹഖ് والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال له دعوة الحق. അല്ലാഹു പറയാണ് അവനോടുള്ളത് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന എന്നാണ്. എന്താണ് ലഹു ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ? ഐ അത്തൗഹീദ്. തഫ്സീർ എന്താ? ലഹു ദഅവത്തുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ തഫ്സീർ. എന്നിട്ട് റബ്ബ് പറയാണ് അവന് പുറമെ ആരോടെല്ലാം അവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നുവോ, ഇബാദത്ത് സമർപ്പിക്കുന്നുവോ, ഇബാദത്തിന്റെ ഏതൊക്കെ ഇനങ്ങളായാലും സമർപ്പിക്കുന്നുവോ, അവരാരും അവർക്ക് യാതൊരു ഉത്തരവും നൽകുന്നതല്ല. വെള്ളം തന്റെ വായിലേക്ക് വന്നെത്താൻ വേണ്ടി തന്റെ രണ്ട് കൈകളും അതിന്റെ നേരെ നീട്ടിക്കാണിക്കുന്നവനെ പോലെ മാത്രമാകുന്നു അവർ എന്നാണ്. അത് വായിൽ വന്നെത്തുകയില്ലല്ലോ എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുക വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ. സൂറത്തുൽ റഅദിന്റെ 14-ാമത്തെ ആയത്ത്. കാഫിറുകളുടെ ദുആ അത് നഷ്ടത്തിൽ തന്നെയാകുന്നതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്തവർക്കുള്ള ദുആ അസാധുവാണ്, ഉപകരിക്കില്ല. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹുവിനോടുള്ള ദുആ അത് ഇബാദത്താണ്, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ ആ ദുആ നടത്തുന്നവരാണോ? അല്ലാഹുവിനോട് മാത്രമേ ദുആ പാടുള്ളൂ. നമ്മൾ ദുആ നടത്താറുണ്ടോ? അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ. നമ്മൾ സഹായം തേടുന്നുണ്ടോ? അല്ലാഹുവിനോട് മാത്രമേ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാവൂ. നമ്മൾ അങ്ങനെ സമർപ്പിക്കുന്നവരാണോ? പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ആശ്വാസത്തിലും ദുഃഖത്തിലും ക്ഷേമത്തിലും പ്രതിസന്ധികളിലും അല്ലാഹുവിനോട് മാത്രം ചോദിക്കുന്നവരാണോ? അതിനാൽ എല്ലാ അവസ്ഥയിലും സന്ദർഭത്തിലും നമ്മൾ അല്ലാഹുവിൽ അഭയം പ്രാപിക്കണം. ഞാനിത് പറഞ്ഞത് വെറുതെ അല്ല. ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും അതിലുപരി മനസ്സൊരു പക്ഷേ പതറിപ്പോവുകയും ചെയ്തൊരു വിഷയമാണ് ഈ പള്ളികളടക്കമുള്ളത് മുഴുവനും കൈകാര്യം ചെയ്യുന്ന വഖഫ്. അത് ആർക്കും കൈയിട്ട് വാരാവുന്നൊരു സംവിധാനത്തിലേക്ക് ഈ രാജ്യത്ത് ഭൂരിപക്ഷം വെച്ച് പാസാക്കിയെന്നത്. അല്ലാഹുൽ മുസ്തആൻ. ഇവിടെ വഖഫിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് റബ്ബിലാണ്. വഖഫിന്റെ വിഷയത്തിലും അഭയം പ്രാപിക്കേണ്ടത് റബ്ബിലാണ്. ഭൗതികമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്തില്ലേ? ചെയ്തു. വോട്ടിട്ടവരുണ്ട്. പരസ്യമായി നടുറോട്ടിൽ വെച്ച് എതിരെ പ്രസംഗിച്ചവരുണ്ട്. അതാണല്ലോ ചിലർക്ക് ഏറ്റവും പ്രധാനം. ശരി, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭൗതികമായ അസ്ബാബുകളൊക്കെ പൂർത്തീകരിച്ചു. ഇനി വേണ്ടത് എന്താ വേണ്ടത്? അവനും ഇവനും ഞാനും നിങ്ങളും മുഴുവനും ഈ സ്വത്ത് ആരുടെ താല്പര്യത്തിനാണോ, ആരുടെ ഹുബ്ബിന് വേണ്ടിയാണോ, ആർക്ക് വേണ്ടിയാണോ നമ്മൾ മാറ്റിവെച്ചത്, ആ റബ്ബിനോട് ചോദിക്കണം, റബ്ബിനോട് പറയണം, റബ്ബിനോട് തേടണം. അവനോട് മാത്രം. കഷ്ടപ്പെട്ടവന്റെ വിളിച്ചു തേട്ടം അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അത് ഖുറാഫിക്ക് ഓതി കൊടുക്കാനുള്ളത് മാത്രമല്ല, ബുദ്ധിമുട്ടുന്നവന്റെ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റി കൊടുക്കുമെന്നാണ്. അത് ശിർക്കിന്റെ അഹ്ലുകാർക്ക് മാത്രം ഓതി കൊടുക്കാനുള്ളതല്ല. നമ്മൾ തേടിയോ പ്രിയമുള്ളവരെ? നമ്മൾ ഏറ്റവും വലിയ
തേട്ടത്തിന്റെ വക്താക്കളല്ലേ? ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ, ഇങ്ങനൊരു വാർത്തയുടെ ചർച്ച ചാനലുകളിൽ സജീവമായപ്പോൾ, പത്രങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ, സോഷ്യൽ മീഡിയയിൽ അതങ്ങനെ പ്രചരിച്ചപ്പോൾ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു. എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ, ഖുറാഫികളെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ല, മുസ്ലിമേ നീ പറഞ്ഞോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹോ, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ എങ്ങനെ എന്താ ചെയ്യാ എന്ന് പറഞ്ഞവരുണ്ട്. എന്താ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം എങ്ങനെ എന്ന് ചോദിച്ചവരുണ്ട്. എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? ഇല്ല. നോക്കൂ നിങ്ങള്, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാറുണ്ട്, സ്വഹാബത്ത് അങ്ങനെ പറയാറുണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅ അങ്ങനെ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹിനോട് മാത്രം എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞോ ഈ സങ്കടം? അള്ളാഹിനോട് പറഞ്ഞോ സങ്കടം? അതോ വെറുതെ സോഷ്യൽ മീഡിയയിൽ ആവേശം പറഞ്ഞു തീർത്തതാണോ? നമ്മൾ ഏത് കാര്യം അള്ളാഹുവിനോടാ പറയേണ്ടത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിലിരുത്തിയിട്ട് നൽകുന്നൊരു ഉപദേശമുണ്ട്. എല്ലാ നന്മകളും സമാഹരിച്ചൊരു വസിയ്യത്ത്, ഒരു വസിയ്യത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. മക്കളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായകമാകുന്ന ഒരു വസിയ്യത്താണ്. ചെറിയ കുട്ടിയായിരുന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എളാപ്പാന്റെ മോനാണ്, അനുജനാണ് നമ്മുടെ ഭാഷയിൽ. അവരുടെ മതത്തെ പറ്റി പഠിപ്പിക്കുന്ന സ്വഹീഹായ അഖീദയും തവക്കുലും അവർക്കുണ്ടാക്കുന്ന ഒരു വസിയത്ത്, വല്ലാത്തൊരു വസിയത്താണ്. ഖാല കുൻതു ഖൽഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഫഖാൽ, പുറകിലിരിക്കുമ്പോൾ നബി എന്നോട് പറഞ്ഞാണ്, യാ ഗുലാം, ഓ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാം. യഹ്ഫളില്ലാഹ യഹ്ഫളുക യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അവൻ നിന്നെ കാക്കുമെന്നാണ്. അവൻ നിന്നെ കാക്കുമെന്ന് അവർക്ക് മാത്രം പറയാനുള്ളതല്ല, ഞാനും നിങ്ങൾ പഠിക്കാനും മക്കളെ പഠിപ്പിക്കാനുമുള്ള. അല്ലാഹു നമ്മളെ കാക്കുന്നാണ്, നമ്മളെ റബ്ബ് കാത്തുകൊള്ളുന്നാണ്. ഇനിയോ നിന്റെ പ്രശ്നങ്ങളിൽ നിനക്ക് നിന്റെ റബ്ബിനെ കാണാനാണ്. എന്റെയും നിങ്ങളുടെയും പ്രശ്നമാണ് വഖഫ്, എന്റെയും നിങ്ങളുടെ ഈ പ്രശ്നമാണ് പള്ളികൾ, മദ്രസകൾ, ഈ രാജ്യത്ത് സമാധാനത്തോടുള്ള ജീവിതം. എന്റെയും നിങ്ങളുടെ ഈ പ്രശ്നമാണ്. അവിടെ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ കാണാൻ നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇനിയോ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുന്നുവെങ്കിൽ അവനോട് മാത്രമാക്കുക. ബദരീങ്ങളോടല്ല, മമ്പ്രന്തങ്ങളോടല്ല, ഏതെങ്കിലും ഖബറിൽ മറമാടപ്പെട്ടവരോടല്ല, ശൈഖ് ജീലാനിയോടല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിച്ചോ റബ്ബിനോട്, നമ്മൾ തേടിയോ റബ്ബിനോട്, നമ്മൾ സഹായം ചോദിച്ചോ റബ്ബിനോട്? ബദരീങ്ങളോട് ശിർക്കാണ്, അള്ളാഹിനോട് തൗഹീദാണ്. ആ തൗഹീദ് നീ നിന്റെ ജീവിതത്തിൽ സ്ഥാപിച്ചോ? ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ നീ തേടിയോ? ഒരിക്കലെങ്കിലും നീ തേടിയോ അള്ളാഹിനോട്? അള്ളാഹിനോട് നീ പറഞ്ഞോ? നിന്റെ സങ്കടം നീ റബ്ബിനോട് പറഞ്ഞോ? ആയത്ത് ഓതി കൊടുക്കാൻ മാത്രമല്ല, ആയത്ത് ജീവിതത്തിൽ പകർത്താനുള്ളതാ. ഹദീസ് അത് ജീവിതത്തിൽ പകർത്താനത് തൗഹീദാണ്, അത് ജീവിതത്തിൽ കാണിക്കണം. നമ്മൾ ചോദിച്ചോ പ്രിയമുള്ളവരെ? എന്നിട്ട് പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വാക്കാണ് ഈ മിമ്പറിൽ നിൽക്കുമ്പോഴും എനിക്ക് ആശ്വാസം. ഈ വാക്കാണ് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നത് വരെയും എന്റെ ആശ്വാസം, നമ്മുടെ എല്ലാ ആശ്വാസം. വഅലം, ഇബ്നു അബ്ബാസ് നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നീ അറിഞ്ഞുകൊള്ളുക ഇബ്നു അബ്ബാസേ, ഈ ഹദീസ് കേൾക്കുന്നവർ മുഴുവനും അറിയുക, ജനങ്ങൾ ഒന്നിച്ച് നിനക്കെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അല്ലാഹു വിധിക്കാത്തതൊന്നും ഉണ്ടാക്കി തരാൻ അവർക്ക് കഴിയുകയില്ല. ആരൊക്കെ കൂടിയാലും ഇവിടെ ഒന്നും നടക്കൂല. അതുകൊണ്ട് പലരും മൗനം പാലിക്കും.
ഓഫറുകൾ തരും. ഞങ്ങൾ അങ്ങനെ ആക്കാം, വോട്ട് ചെയ്താൽ മതി, ഞങ്ങൾ ഇങ്ങനെ ആക്കി തരാ. ഒരാളെ കൊണ്ട് നടക്കൂല. ഇനിയോ ഇനി ഉപദ്രവിക്കാൻ വേണ്ടി സംഘടിച്ചാലും ശരി, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈഹി, അല്ലാഹു നിശ്ചയിച്ചതല്ലാത്തത് അവർക്ക് സാധ്യമല്ല. ആരൊക്കെ കൂടിയാലും അല്ലാഹു ഖദറാക്കിയത്, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഖദറാക്കിയത്, അല്ലാഹു തആല നിശ്ചയിച്ചതല്ലാത്തതൊന്നും അവർക്ക് സാധ്യമല്ലെന്നാണ്. ഒരു കുതന്ത്രക്കാരന്റെ കുതന്ത്രവും ഒരു അസൂയക്കാരന്റെ അസൂയയും നിന്നെ ബാധിക്കൂലെന്നാണ്. നിന്നെ പ്രയാസത്തിലാക്കാൻ, നിന്റെ അന്നം മുടക്കാൻ, നിന്റെ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ സ്വച്ഛമായ ഒഴുക്കിനെ തടയാൻ ഒരാളെ കൊണ്ടു സാധിക്കൂല എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരൊക്കെ ഭൂരിപക്ഷത്തിൽ പാസാക്കിയാലും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ അത് നടക്കൂ. അതൊരു പരീക്ഷണമാണ്, അതൊരു പരീക്ഷണമാണ്. പക്ഷെ നമ്മള് അള്ളാഹിനോട് ചോദിച്ചോ, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് ബദരീങ്ങളോടും ഉഹദീങ്ങളോടും മഹാന്മാരോടും വിളിച്ചു തേടുന്നവരോട് മാത്രം പറഞ്ഞു കൊടുക്കാനുള്ളതാണോ? അല്ല, എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. നമ്മൾ ചോദിച്ചോ അള്ളാഹിനോട്, നമ്മൾ തേടിയോ അള്ളാഹിനോട്? അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രയാസത്തിലാക്കാനും വിഷമത്തിലാക്കാനും എന്റെ റബ്ബ് നിശ്ചയിക്കാത്തിടത്തോളം ഒരാൾക്കും കഴിയൂല. ഈ ബോധ്യം മനസ്സിലുണ്ടാകണം, നമുക്കുണ്ടാകണം. ഈ തൗഹീദിന്റെ ബോധം ഹൃദയത്തിൽ കട്ട പിടിച്ചാൽ പിന്നെ നമുക്കെന്ത് ഭയം, നമുക്കെന്ത് പ്രയാസം? ലോകത്താരും നമുക്കെതിരാണെങ്കിലും ശരി, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളെ നാം സ്വീകരിക്കണം. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവരാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തെ നമ്മൾ മര്യാദ പഠിപ്പിക്കുക. ഒരു മാസക്കാലയളവിൽ നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തെ മര്യാദകളാണ്, ആദാബുകളാണ്, ഗുണദോഷങ്ങളെ സംബന്ധിച്ചാണ് കൃത്യമായ ബോധവൽക്കരണമാണ്. ഒരു വശത്ത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമാക്കിയതുപോലെ തന്നെ നമ്മുടെ നഫ്സിനെ, ഖൽബിനെ, ജീവിതത്തെ ചീത്ത വാക്കിൽ നിന്നും ചീത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കണം. ചീത്ത വാക്കിൽ നിന്നും ചീത്ത പ്രവർത്തികൾ നമ്മൾ ശുദ്ധീകരിക്കണം. സഹോദരങ്ങളെ, രാവും പകലും ശരീരത്തെ മെരുക്കിയെടുക്കണം. രാവും പകലും നമ്മുടെ നഫ്സിനെ നമ്മൾ മെരുക്കിയെടുക്കണം. സർവസാഹചര്യങ്ങളിലും നാം നമ്മുടെ നഫ്സിനെ വിചാരണ നടത്തണം. ആത്മവിചാരണ, മുഹാസബത്തുൻ നഫ്സ്. നമ്മൾ നമ്മളെ വിചാരണ നടത്തണം. ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കണം. ആരുടേത്? മറ്റുള്ളവരുടേതല്ല, നമ്മുടേത്, എന്റേത്. എനിക്ക് ന്യൂനതകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഉണ്ടെങ്കിലോ തിരുത്തണം, തിരുത്തേണ്ട രീതിയിൽ തിരുത്തണം. അള്ളാഹുവിനോട് കണ്ണ് നിറഞ്ഞ് ഹൃദയം പടച്ച് റബ്ബിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങളും വിഷമതകളും ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും നഫ്സിനെ, ഈ വാക്കുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വിഷമതകളും പ്രശ്നങ്ങളും നഫ്സിനെ, നമ്മുടെ ശരീരത്തെ നന്മയിലും സൽക്കർമ്മങ്ങളിലും നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ധൃതി കാണിക്കുന്ന വിഷയത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ റബ്ബിനുള്ള ഇബാദത്തുകളിലേക്ക്, ആരാധനാ മുറകളിലേക്ക് നമ്മൾ നമ്മുടെ നഫ്സിനെ തിരിച്ചുവിടണം. നമ്മൾ അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെയായിരുന്നു ഒരു മാസം കടന്നുപോയത്. അത് തുടർത്തണം, നിലനിർത്തണം. ജീവിത ശൈലികളിൽ നാം സ്വീകരിച്ച കെട്ട് ഉറപ്പുകളെ ഒരിക്കലും അഴിഞ്ഞു പോകാതെ ആ നൂലിനെ പല ഇഴകളാക്കി പിരിയുടച്ച് കളഞ്ഞവളെ പോലെ നമ്മളായി പോകരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ അശ്രദ്ധരാകരുത്. ഗാഫിലൂൻ, അള്ളാഹു പിന്നെയും പിന്നെയും സൂചിപ്പിച്ച വിഷയമാണ്. അശ്രദ്ധ അത് അപകടമാണ്. ദുനിയാവിലും ആഖിറത്തിലും അത് അപകടമാണ്. നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അശ്രദ്ധരാകരുത്, കർമ്മത്തെക്കുറിച്ച് അശ്രദ്ധരാകരുത്, നിലപാടുകളെ കുറിച്ച് അശ്രദ്ധരാകരുത്. ഒരു സെക്കൻഡ് പോലും അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത് ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ജാഗ്രത കാണിക്കേണ്ടവരാണ്. പ്രശ്നഘട്ടത്തിലും പ്രശ്നഘട്ടത്തിലും അല്ലാത്തപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യാൻ മറന്നുപോകരുത്. എനിക്ക് നിങ്ങളോട് ഈ ഖുതുബയിൽ ഏറ്റവും ഗൗരവത്തോട് ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യതാണ്, പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും അള്ളാഹിനോട് ചോദിക്കാൻ മറക്കരുത്.
അള്ളാഹിന്റെ മുന്നിൽ കൈ നീട്ടാൻ മറക്കരുത്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആവലാദികളും വേവലാദികളും പറയാൻ നമ്മൾ മറക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുന്നൽ ഉദ്ധരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സറഹു അൻ യസ്തജീബല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ ഖുറബ് ഫൽയുക്സിർ മിനദ് ദുആഇ ഫിർ റഖാ. ആപൽ ഘട്ടങ്ങളിൽ, വിപൽ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന്, ഒരു വ്യക്തിക്ക് ഉത്തരം ചെയ്യണമെന്ന് ഒരാൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, കുടുങ്ങുമ്പോൾ എന്റെ റബ്ബിങ്കൽ നിന്ന് എനിക്ക് ഇജാബത്തുണ്ടാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രയാസമുക്തമായ, പ്രശ്നങ്ങളില്ലാത്ത, പരീക്ഷണങ്ങളില്ലാത്ത സമയങ്ങളിൽ തന്നെ അവൻ അല്ലാഹുവോട് ഒരുപാട് ചോദിക്കട്ടെ, അവൻ അധികരിപ്പിക്കട്ടെ, മിനദ് ദുആഇ ഫിർ റഖാ. പ്രതിസന്ധികളില്ലാത്ത സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ അല്ലാഹുവോട് ചോദിക്കണം എന്നാണ്. എങ്കിലേ അനാരോഗ്യത്തിനും അല്ലാഹു ഉത്തരം നൽകൂ. സമ്പത്തുള്ളപ്പോഴും അല്ലാഹുവോട് ചോദിക്കണം, എങ്കിലേ ദാരിദ്ര്യത്തിലും അല്ലാഹു സഹായിക്കുന്ന. നോക്കൂ നിങ്ങൾ, സമാധാനം, പള്ളിയിൽ വരാൻ സമാധാനം, ഒരു മിസൈലും ബോംബും നമ്മൾ പേടിക്കേണ്ടതില്ല. ഇല്ല, അൽഹംദുലില്ലാ, ചോദിച്ചോണ്ടേയിരിക്കണം. ഒരു പക്ഷെ നാളത്തെ പ്രഭാതം മാറാം, നടുറോട്ടിൽ തടയപ്പെടാം, പള്ളികൾ പൊളിക്കപ്പെടാം, വീടുകൾ ആക്രമിക്കപ്പെടാം. അല്ലാഹു ആലം, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക സമാധാന ഘട്ടത്തിൽ. എന്നാൽ പ്രതിസന്ധികളിലും നിനക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിയെന്തറിയോ? നമ്മൾ മനസ്സിലാക്കിയെന്നറിയോ? കുടുങ്ങുമ്പോ മാത്രം ചോദിച്ചാൽ മതി. അത് മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവമാണ്, മുസ്ലിമിന്റെ സ്വഭാവമല്ല. കുടുങ്ങുമ്പോ മാത്രം ചോദിക്കാം. എല്ലായ്പ്പോഴും അല്ലാഹുവിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല സദാ റബ്ബിനോട് കയ്യുയർത്തുന്ന, റബ്ബിനോട് ഖൽബിനെ അല്ലാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന സാലിഹീങ്ങളിൽ, സച്ചരിതരിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മുടെ അഹ്ലുകാരെയും മുഅ്മിനീങ്ങളെയും മുഴുവനും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സൂചിപ്പിക്കുന്നത് ജീവിതത്തിലുടനീളം ഏത് സാഹചര്യത്തിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പ്രശ്നമില്ലാത്ത സമാധാന ഘട്ടത്തിൽ കൂടുതൽ നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക. കാരണം പ്രശ്നഘട്ടങ്ങളിൽ ഒരുപക്ഷേ അല്ലാഹുവിന്റെ സഹായമില്ലാതെ മുന്നോട്ടു പോകാനാവില്ല എന്ന ബോധ്യം നമുക്ക് സമാധാന ഘട്ടത്തിൽ നിർബന്ധമായും കൂടി ഉണ്ടാകണം. മഹാനായ ലഹാഖ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ്, അത് പ്രസിദ്ധനായ മുഫസ്സിറാണ് ഇമാം ലഹാഖ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്തെന്നറിയോ? ഉദ്കുറുല്ലാഹ ഫിർ റഖാ. ക്ഷേമത്തിന്റെ സന്ദർഭത്തിൽ, സമൃദ്ധിയിൽ, ഒരു പ്രശ്നമില്ലാത്ത സമാധാന സ്വസ്ഥതയുള്ള ഒരു സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. ക്ഷേമൈശ്വര്യകാലത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. എന്നാൽ യദ്കുറുക്കും ഫിശ്ശിദ്ദ, പ്രയാസം വരുമ്പോൾ അല്ലാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. സമാധാന ഘട്ടത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ പ്രശ്നങ്ങളുള്ള ഫലങ്ങളെ ഓർക്കുന്നതാണ്. നിശ്ചയമായും യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞത് എന്താ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു പറയാണ്, എന്നാൽ അദ്ദേഹം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ദുഃഖത്തെ നീക്കാൻ, വിഷമതകളെ പോക്കാൻ, എല്ലാ അസ്വസ്ഥതകളും പരിഹാരമേകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച ദുആ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ.
അദ്ദേഹം അത് നടത്തി. അങ്ങനെ അദ്ദേഹം അത് നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ ഖിയാമത്ത് നാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. എന്താ അദ്ദേഹം നടത്തിയത്? അദ്ദേഹം നടത്തിയത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു ഉത്തരം നൽകി. എന്താ വാക്കെന്നറിയോ? ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നൂജിൽ മുഅ്മിനീൻ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ചെയ്തു. ഈ ദുആ അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയെന്നാണ്. മാത്രമല്ല ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. മുഅ്മിനുകളെ അപ്രകാരം നാം രക്ഷപ്പെടുത്തുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കുടുങ്ങുമ്പോൾ മാത്രമല്ല അള്ളാഹിനോട് ചോദിക്കേണ്ടത്, കുടുങ്ങാത്തപ്പോൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ കുടുങ്ങുമ്പോൾ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. നമ്മളിപ്പോ ശീലിച്ച രീതി, മുവഹിദുകൾ ശീലിച്ച രീതി പോലും അതാണ്. എന്ത്? കുടുങ്ങുമ്പോ മാത്രം ചോദിക്കുക. അത് ഖുറാഫികളുടെ രീതിയാണ്, ശിർക്കിന്റെ അഹ്ലുകാരുടെ രീതിയാണ്, മുവഹിദുകളുടെ രീതിയല്ല. നമ്മൾ മുവഹിദുകളാണെങ്കിൽ ഏത് സമാധാന അന്തരീക്ഷത്തിലും അള്ളാഹുവിങ്കിലേക്ക് കൈയുയർത്തിക്കൊണ്ടേയിരിക്കുക. ഇതിന് നേരെ എതിരായി മറ്റൊരു കൂട്ടരെ പറ്റി അള്ളാഹ് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുടുങ്ങുമ്പോ മാത്രം അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത് മുഅ്മിനീകൾ ഏർപ്പാടല്ല. മുഅ്മിനീകൾ കുടുങ്ങുമ്പോഴും കുടുങ്ങാത്തപ്പോഴൊക്കെ അള്ളാഹിനോട് ചോദിക്കുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ശിർക്കിന്റെ അഹ്ലുകാരെ കുറിച്ചുള്ള സൂചനയല്ല, നമ്മളെല്ലാവരും പഠിക്കേണ്ട സൂചനയാണ്. ഫിർഔൻ ആരാണ്? അതിക്രമകാരിയാണ്. അല്ലാഹുവെ അയാൾ മറന്നു കളഞ്ഞിരുന്നു. അല്ലാഹു അയാൾക്ക് ഓർമ്മല്ല. മാത്രമല്ല അന റബ്ബുക്കുമുൽ അഅല എന്ന് ദുനിയാവിൽ ആദ്യം പറഞ്ഞ റുബൂബിയത്തിൽ പങ്കുചേർത്ത ഒരു വാചകത്തിന്റെ ഉടമയാണ് അയാൾ. മൂസാ നബിന്റെ കൂടെ വന്നു, സമുദ്രം പിളർന്നു, മൂസാ നബിയും അനുയായികളും അക്കരെ കടന്നു. ഇയാൾ ഗർവോടുകൂടി ആ കടലിലേക്ക് പ്രവേശിച്ചു. അതിന്റെ തിരമാല രണ്ട് സൈഡിൽ നിന്നും അവരെ മൂടി. അങ്ങനെ മുങ്ങും എന്നുള്ള വിവരമെത്തിയപ്പോൾ, അഥവാ അതിനകത്ത് മുങ്ങി തുടങ്ങിയപ്പോൾ, ഖാല, അപ്പ ഫിർഔൻ പറഞ്ഞു, കുടുങ്ങിയപ്പോ, ആമൻതു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. കുടുങ്ങിയപ്പോ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, തൗബയാണ്, മടങ്ങാണ്. ആമൻതു. ഫഖാല അല്ലാഹു തആല, അപ്പൊ അല്ലാഹു ചോദിച്ചു, കുടുങ്ങുമ്പോ റബ്ബിനോട് ചോദിക്കുന്നവരോടാണ് അല്ലാഹു ചോദിക്കാണ്. അതുവരെ അല്ലാഹനെ മറന്ന, അല്ലാഹുവിൽ വിശ്വസിക്കാതിരുന്ന, റബ്ബിനോട് തേടാതിരുന്ന, റബ്ബിലേക്ക് സമർപ്പിക്കാതിരുന്ന, റബ്ബിൽ അഭയം തേടാതിരുന്ന ഫിർഔനോട് അല്ലാഹുവിന്റെ ചോദ്യം, അൽ ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 91-ാമത്തെ ആയത്ത്. മുമ്പൊക്കെ ധിക്കരിക്കുകയും കുഴപ്പക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? എന്തൊരു വാക്കാണത് പ്രിയമുള്ളവരെ. മുമ്പൊക്കെ കുഴപ്പക്കാരനായിരുന്നിട്ട് മുങ്ങി നശിക്കും എന്ന് കണ്ടപ്പോഴാണോ നീ എന്നിൽ വിശ്വസിക്കുന്നത്? ആ വിശ്വാസം അല്ലാഹുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസത്തിലും റബ്ബ് കൂടെ ഉണ്ടാകണമോ? ഏത് പ്രയാസത്തിലും ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ പുറകെ മറ്റൊന്നായി ഒരു ബില്ല് അവിടെ പാസ്സായപ്പോ കേരളത്തിലൊരു പ്രദേശം മുഴുവനും ആഹ്ലാദ ചിത്തരായത് അത്ഭുതത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി നമ്മൾ കാണാണ്. ഒരു ബില്ല് അവിടെ പാസ്സായപ്പോ, താൽക്കാലികമാണ്, അത് പാസ്സായപ്പോഴേക്കും ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും സന്തോഷിക്കണം. എങ്ങനെ? ഈ സംസ്ഥാനത്ത്, കേരളത്തിനകത്ത് നിങ്ങൾ ആലോചിക്കണം, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലേക്ക് പതിയെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ, ഈ പള്ളിക്ക് 5 നേരം വരാൻ പറ്റുമ്പോഴൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചോളീൻ, പേടിക്കോളീൻ. കാരണം വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കണം. എന്തറിയോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? എന്തറിയോ, നിന്റെ പ്രയാസത്തിലും നിന്റെ കൂടെ നിനക്ക് റബ്ബുണ്ടാകണോ? എങ്കിലൊരു ഉത്തരണ്ട്. ഖാല റജുലുൻ ലി അബി ദർദാ ഔസിനി. ഒരാൾ വന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു,
എനിക്കിനോടൊരു വസിയത്ത് ചെയ്യുന്നു. വസിയത്തതാണ്, നസീഹത്തതാണ്. നസീഹത്തതാണ്, വസിയത്തതാണ്. ചോദിക്കും ആൾക്കാർ, ചോദിക്കുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അതിനൊക്കെ ചില തർത്തീബുകളുണ്ട്, അത് പാലിച്ചാൽ മതി. എന്താ വസിയത്ത്? എനിക്കൊരു വസിയത്ത് തരുന്നു. ഫഖാല, അപ്പൊ സ്വഹാബിയായ റസൂലുള്ളാഹിന്റെ അരുമ ശിഷ്യനായ കിബാറുകളിൽപ്പെട്ട മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല പറഞ്ഞു, ഉദ്കുരില്ലാഹ ഫിസ്സറാ യദ്കുറുകല്ലാഹു അസ്സ വജല്ല ഫിദ്ദറാ. യാ അല്ലാഹ്, എന്താ വാക്കെന്നറിയോ? ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന ഞാനും നിങ്ങളും നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട വാചകമാണത്. ഉദ്കുരില്ലാഹ ഫിസ്സറാ, നിന്റെ സന്തോഷഘട്ടിൽ, നിർവൃതിയുടെ സന്ദർഭത്തിൽ നീ അല്ലാഹുവിനെ സ്മരിക്കുക, ഓർക്കുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് ജീവിക്കുക. എന്നാൽ യദ്കുറുകല്ലാഹു അസ്സ വജല്ല ഫിദ്ദറാ, നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അവൻ നിന്നെ ഓർക്കും. സ്വസ്ഥതയിലും സന്തോഷത്തിലും നീ നിന്റെ റബ്ബിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അസ്വസ്ഥതയിലും നിന്റെ ദുഃഖത്തിലും നിന്റെ പ്രതിസന്ധിയിലും അള്ളാഹു നിന്നോടൊപ്പം ഉണ്ടാകുമെന്നർത്ഥം. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആയിരുന്നോ? നമ്മൾ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെ ആകേണ്ടതില്ലേ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാനൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അള്ളാന്റെ റസൂൽ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ അങ്ങനെയായിരുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മുടെ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ എപ്രകാരമായിരുന്നു? യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, നബിയുടെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ സദാ ഓർക്കാറുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹനെ മറക്കണ ഒരു നിമിഷം ഇല്ല. അങ്ങനത്തെ ഒരു സന്ദർഭം വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളത് വളരെ ഗൗരവത്തിൽ മുറുകെ പിടിക്കണം. ഒരു മാസം നമുക്ക് അനുകൂലമായിരുന്നു. ആ മാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ചതൊക്കെ തുടർന്നും ആ ഒരു മാസം നമ്മിലേക്ക് വരുന്നത് വരെയും നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് രണ്ട് കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഒന്ന്, എന്തൊരു മുസീബത്ത് കേൾക്കുമ്പോഴും ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ബാധിച്ചാലും അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഇത് രണ്ടും ഈ രാജ്യത്ത് ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും മേൽ നിർബന്ധമാകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേവല കവലപ്രസംഗങ്ങൾക്കും ചട്ടമ്പി പ്രസംഗങ്ങൾക്കും ഗീർവാണ പ്രസംഗങ്ങൾക്കും അപ്പുറത്തേക്ക് അള്ളാഹു മാത്രം, അള്ളാഹുവിൽ അഭയം, അള്ളാഹുവിൽ ശരണം, എല്ലായ്പ്പോഴും റബ്ബിനോട് മാത്രം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തിരിയാനും അവനിൽ അഭയം തേടാനും അവനിൽ മാത്രം പ്രതീക്ഷ വെക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വിഷമതകളിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി അവർക്ക് സ്വർഗം പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, ഉത്തരേന്ത്യയിലടക്കം പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.